നമസ്കാരം. പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അല്ലെ, നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് പ്രശ്നവാചക് സർവനാമാണ്. പ്രശ്നവാചക് സർവനാം. അതിന്റെ മുമ്പേ നമ്മൾ എന്തൊക്കെ സർവനാം പഠിച്ചു കഴിഞ്ഞു? ഇപ്പം ഇതുവരെ നമ്മൾ ഫസ്റ്റ് തൊട്ട് സർവനാം എന്താന്ന് പറഞ്ഞു. അതിനുശേഷം നമ്മൾ പുരുഷവാചക് സർവനാം എന്ന് പറഞ്ഞു. അല്ലെ, പുരുഷവാചക് സർവനാം എന്തായിരുന്നു? മേ, തും, വഹ. ശരിയല്ലേ? ആദ്യം എപ്പോഴും നമ്മൾ നമ്മളുടെ കാര്യത്തിന് മാത്രമേ ഇൻട്രസ്റ്റ് വെക്കാറുള്ളൂ. ശരിയല്ലേ? എന്റത്. അടുത്ത നെക്സ്റ്റ് പേഴ്സൺ മീൻസ് നമ്മളെ ഫ്രണ്ട്സ് ആവാം, നമ്മളെ പാരന്റ്സ് ആവാം, എന്തും. അല്ലെ, അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ തേർഡ് പാർട്ടിയിലേക്ക് പോവുള്ളൂ. ദാറ്റ് ഈസ് വഹ. बोलने वाला, सुनने वाला, जिसके बारे में बोला जाता है. റൈറ്റ്. രണ്ടാമത്തെ എന്തായിരുന്നു? നമ്മളെ കൺഫർമേഷൻ ആയിരുന്നു. കൺഫർമേഷൻ എന്തായിരുന്നു? നിശ്ചയം. അല്ലെ, ഉറപ്പിച്ച കാര്യങ്ങളായിരുന്നു. ശരിയല്ലേ? നമ്മൾ എന്ത് കാര്യങ്ങളാണോ നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റുന്നത്, അല്ലെ, പ്രൊനൗൺസില് ഏത് വേർഡ്സ് ആണോ നമുക്ക് ഉറപ്പായിട്ട് പറയാൻ പറ്റുന്നത്, അതിനെയായിരുന്നു നമ്മൾ നിശ്ചയവാചക സർവനാമം എന്ന് പറഞ്ഞത്. തേർഡ് നമ്മൾ പറഞ്ഞിരുന്നു അനിശ്ചയാണ്. നമുക്ക് കൺഫർമേഷൻ ഇല്ലാത്തത്. ചില പ്രൊനൗൺസ് അങ്ങനെ ഉണ്ട്, അല്ലെ. പ്രൊനൗൺസിൽ എന്താണ്? ആരുടെയാണ് ഇന്റെ സാധനം, പക്ഷെ നമുക്കത് ഉറപ്പില്ല ആരുടേതാണെന്നുള്ളത്. അല്ലെ, എനിക്ക് ഇന്നലെ ഒരു സാധനം കിട്ടിയിട്ടുണ്ടായിരുന്നു, ആരുതാ എനിക്കറിയില്ല, പക്ഷെ കിട്ടി. ദാറ്റ് ഈസ് അനിശ്ചയവാചക്. റൈറ്റ്. നാലാമത്തെ നമ്മൾ പഠിച്ചു സംബന്ധവാചകമായിരുന്നു. രണ്ട് വേർഡ്സ്, രണ്ട് സെന്റൻസിനെ കണക്ട് ചെയ്യുന്ന പ്രൊനൗൺസിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? സംബന്ധവാചകം. നമ്മളും റിലേഷൻസ് വെക്കാറുണ്ട്, ശരിയല്ലേ? അല്ലെ, ആ കണക്ഷൻസിനെയാണ് നമ്മൾ എന്ത് പറയണത്? പെട്ടെന്ന് ഓർത്ത് വെക്കാൻ, അല്ലെ, റിലേഷൻസ്. അതിനെയാണ് നമ്മള് സംബന്ധവാചകം എന്ന് പറയണത്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് പ്രശ്നവാചകാണ്. നമ്മൾ എപ്പോഴും നമുക്ക് എന്ത് പ്രശ്നങ്ങൾ വന്നാലും നമ്മൾ എപ്പോഴും എന്താ ചെയ്യാറ്? ക്വസ്റ്റ്യൻസ് ചോദിക്കും, അല്ലെ. ടീച്ചേഴ്സ് ക്ലാസ്സിലേക്ക് വന്നു കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻസ് ആണ്. പാരന്റ്സ് നമ്മളോട് ചോദിക്കുന്നു, ക്വസ്റ്റ്യൻസ് ആണ്. നീ ഇന്ന് എവിടെയായിരുന്നു? ക്വസ്റ്റ്യൻ അല്ലേ. നീ എപ്പോഴാ എഴുന്നേറ്റത്? ടീച്ചർ ചോദിക്കും, എന്താ ഹോംവർക്ക് ചെയ്യാഞ്ഞത്? ശരിയല്ലേ? എല്ലാവരുടെ അടുത്തുനിന്ന് നമുക്ക് ക്വസ്റ്റ്യൻസ് വരുന്നു. അപ്പൊ ആ ക്വസ്റ്റ്യൻസില്, അല്ലെ, എപ്പോഴും എന്താണ്? പ്രൊനൗൺസ് ആണ് ഉണ്ടാവുന്നത്, ശരിയല്ലേ? അതിനെയാണ് നമ്മൾ എന്ത് പറയണത്? പ്രശ്നവാചക് സർവനാം എന്ന് പറയണത്. അതില് എന്തൊക്കെ വരാം? ക്യാ, കോൻ, കിസ്നെ, कैसे, किसका, किसको, किसलिए, कहां. അല്ലെ, എന്തൊക്കെ വരും? കോൻ ആരായിരുന്നു? ക്യാ എന്തായിരുന്നു? കിസ്നെ कैसे എങ്ങനെയായിരുന്നു? കിസ്ക ആരുടേതായിരുന്നു? അല്ലെ, ആർക്കായിരുന്നു? കിസ്കോ വരും, ശരിയല്ലേ? കിസ്ലി എന്തിനു വേണ്ടിയിട്ടായിരുന്നു? പലപ്പോഴും ചോദിക്കാറ്, എന്തിനു വേണ്ടിയാ നീ അങ്ങോട്ട് പോയത്? റൈറ്റ്, അത് കിസ്ലി. അല്ലെ, പിന്നെ എന്താണ്? കഹാ, where did you went, എങ്ങോട്ട് പോയിട്ടുണ്ടായിരുന്നു? അപ്പം ഇതൊക്കെ എന്താണ്? പ്രശ്നവാചക് സർവനാമത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ്, ശരിയല്ലേ? പ്രശ്ന करने के लिए जिन സർവനാം ശബ്ദോं का प्रयोग होता है, അല്ലെ, ക്വസ്റ്റ്യൻ ചോദിക്കാൻ വേണ്ടിയിട്ട് ഏത് പ്രൊനൗൺസ് ആണോ യൂസ് ചെയ്യുന്നത്, ഏത് വേർഡ്സ് ആണോ പ്രൊനൗൺസിൽ യൂസ് ചെയ്യുന്നത്, അതിനെയാണ് നമ്മള് പ്രശ്നവാചക് സർവനാം എന്ന് പറയണത്. അല്ലെ, बास्केट में क्या रखा है? तुमने कल क्या खाया था? അവിടെ തുമ്നെ വന്നോ? നീ ഇന്നലെ എന്തായിരുന്നു കഴിച്ചത്? ക്വസ്റ്റ്യൻ ആണ്, ശരിയല്ലേ? തും കഹി ജാ രഹേ ഹോ? നീ എവിടെയെങ്കിലും പോണുണ്ടോ? നമ്മൾ എവിടെ നോക്കിയാലും, ഇപ്പം ഒരു ഷോപ്പിൽ പോയാലും ശരി, സ്കൂളിൽ പോയാലും ശരി, വീട്ടിലാണെങ്കിലും എല്ലാം നമ്മളോട് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറ്. എപ്പോഴും കണക്റ്റഡ് ആണ്, അല്ലെ. ചിലപ്പോ നമുക്ക് ദേഷ്യം വരാറുണ്ട്, എന്തിനാ ഇത്ര ക്വസ്റ്റ്യൻസ് നമ്മളോട് ചോദിക്കുന്നത്? ബട്ട് ആ ക്വസ്റ്റ്യൻസിന് യൂസ് ചെയ്യുന്ന വേർഡ്സിനെ, പ്രൊനൗൺസിനെ, റൈറ്റ്, നമ്മൾ എന്ത് പറയണോ? പ്രശ്നവാചക് സർവനാം എന്ന് പറയണോ, അല്ലെ. ജസ് सर्वनाम शब्दों को प्रश्न पूछने के लिए प्रयोग किया जाता है, उसे प्रश्नवाचक सर्वनाम कहते हैं. जिस शब्दों से प्रश्नों का बोध होता है, അല്ലെ, ഏത് വേർഡ്സ് കൊണ്ടാണോ ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കി തരുന്നത്, അതിനെയാണ് നമ്മള് പ്രശ്നവാചക് സർവനാം എന്ന് പറയണത്, അല്ലെ. ഇതില് നമ്മള് 5 ടൈറ്റിൽസ് പഠിച്ചു കഴിഞ്ഞു. ഏതൊക്കെയാ പഠിച്ചു കഴിഞ്ഞത്? പുരുഷവാചക് പഠിച്ചു, നിശ്ചയവാചക്, അനിശ്ചയവാചക്, സംബന്ധവാചക് പഠിച്ചു. ഇപ്പൊ നമ്മൾ
പ്രശ്നവാചകം പഠിച്ചു. ഇതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം. ഇല്ലെങ്കിൽ ഇനി ഏതെങ്കിലും ടോപ്പിക് പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കണമെങ്കിൽ അതിനും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കമന്റ് ബോക്സിൽ വന്നിട്ട് ചോദിക്കാം. ഇന്ന് ഒന്ന് പറഞ്ഞു തരാവോ? പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? ആ ഒരു ടോപ്പിക് നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്യാം. ഓക്കെ, ഇത്രയും ഇത് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇന്നത്തെ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഞാൻ. ഓക്കെ, ഇതേപോലത്തെ വീഡിയോസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നന്ദി.